വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷനിലാണത്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട്. ആ ഒരു ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഹൈലൈറ്റ് വേണ്ട ആ ഒരു ഭാഗത്തുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം പഠിച്ചിട്ടുള്ള നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഒരു ദേശീയപാതയുടെ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു കാറ്റൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗം 3 വരിയുടെ കുറച്ച് ഭാഗം ഓൾറെഡി താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സൈഡിലേക്ക് പോകാം. നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് 3 വരിയുടെ വൺ സൈഡ് നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സർവീസ് റോഡിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് വാളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇക്ര ഹോസ്പിറ്റലിലെ ഒക്കെ ആ ഒരു വയനാട് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട്. ആ ഒരു ഓവർ പാസേജിൻ്റെ 3 വരിയുടെ ഗേഡറിൻ്റെ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. വജ്രം ക്രെയിനാണ് ഈ ഭാഗത്ത് നമ്മൾ ഗേഡറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ഓപ്പറേഷൻ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞു ഗേഡറുകളാണ്. അപ്പം അന്തിമഘട്ട 6 വരിയുടെയും അവസാന ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ഏതാനും ചില വിരലിലെണ്ണാൻ പറ്റുന്ന ഗേഡറുകൾ മാത്രം 6 or 7 ഗേഡറുകൾ മാത്രമേ ഈ ഒരു പ്രദേശത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്ത് ദേശീയപാത താഴ്ന്നിട്ടും സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇക്ര ഹോസ്പിറ്റലിലെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡ് നമ്മൾ 6 വരി പാതയെ ക്രോസ് ചെയ്ത് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അപ്പോൾ നിലവിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട്. കാരണം വർക്ക് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നു. നമ്മുടെ വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലം ഒരു ചെയിൻ ലൂബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ ലൂബ്. വൈറ്റ് ലിഥിയം ഗ്രീസ് സ്പ്രേയുള്ള ഡോൾഫിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിക്നെസ് ഉണ്ടാവും. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ നമ്മളൊന്ന് അടിച്ചു നോക്കാം. ഈ ഒരു തിക്നെസ് നല്ല രീതിയിലുള്ള തിക്നെസ് ഇതിനകത്ത് ചെയിൻ ലൂബിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിൻ്റെ ലൈഫ് നമ്മളെ സാധാരണ 500 കിലോമീറ്ററൊക്കെ നമ്മൾ ഒരു ലൂബിൽ നമുക്ക് ഏകദേശം കിട്ടുമ്പോൾ അതിനേക്കാൾ ഡബിൾ ഏകദേശം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതിൻ്റെ പ്രധാന റീസൺ ഇതാണ്. അപ്പോൾ വേണ്ട ആളുകൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കഴിഞ്ഞ തവണ കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തുള്ള ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ കഴിഞ്ഞ 1 മാസത്തിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായ ഇതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല രീതിയിൽ 400 ml ആണ് വരുന്നത്. വെറും 350 രൂപ. 400 രൂപയുടെ മുകളിലാണ് ഇതിന്. നിങ്ങൾക്ക് 400 ml ഉള്ള മറ്റ് ബ്രാൻഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും ഇതിൻ്റെ പ്രൈസും ഒക്കെ നമ്മൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ആ ബോട്ടിൽ നിങ്ങളൊന്ന് മേടിച്ചതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ നേരത്തെ നോക്കിയതുപോലെ ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. അപ്പോൾ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ക്വാണ്ടിറ്റിയിലും ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്കതിൽ 500 കിലോമീറ്റർ ഓടുന്നതിൽ ഇതിൽ നിങ്ങൾക്ക് 1000 കിലോമീറ്ററിനടുത്ത് കിട്ടും എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് 350 രൂപയ്ക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നതാണ്. അപ്പം നമ്മളെ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പം നമ്മളെ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ട് വയനാട് റോഡ്, കണ്ണൂർ റോഡ്, കൊച്ചി, ശബരിമല ഒക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രദേശമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ വെക്കേണ്ടി വന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ
കോൺക്രീറ്റ് വാളും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. റോഡ് റൗണ്ട് ബോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്താണ് കാര്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ ഉള്ളത്. വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള സ്വാഭാവികമായുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെയൊക്കെ വൺ ലൈനാണ്. ശരി, മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത പിന്നെ പാരം പോലെ കിടക്കുകയാണ്, വിശാലമായി കിടക്കുകയാണ്. കമ്മീഷണർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശം വരെ ദേശീയപാത ഇങ്ങനെ വിശാലമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. 6 വരിയും ടാറിങ് പൂർത്തിയാക്കി സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ദേശീയപാത പണി പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KMC എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള, അത് ചാലുവാക്കാനുള്ള വർക്ക് മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിൻ്റെ ചിലയിടങ്ങളിലൊക്കെ അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിങ് അത്തരം കാര്യങ്ങളൊക്കെ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ട്രാക്ക് മാർക്കിൻ്റെയും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പെയിൻറ്റിങ്ങിൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കി 6 വരിപ്പാതയും ദേശീയപാത പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇത് ഓൾറെഡി ഇതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗം വരെ ദേശീയപാത ഇതേപോലെ തന്നെയാണ്. ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരെ. എന്തായാലും നമ്മൾ ഈ വീഡിയോ നമുക്ക് എവിടെയാണ് യൂ ടേൺ അടിക്കാൻ ചാൻസ് കിട്ടുന്നത് അവിടുന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. കാരണം അത് വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് എടുത്ത് കാണിക്കാനുള്ള വർക്കൊന്നും സിഗ്നൽ ഇട്ടിച്ച കണ്ടുപിടിക്കില്ല.